ബോയ്സ് ലോയുടെ രണ്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യണം. ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്യാസിന്റെ P into V, അതായത് ഒരു ഗ്യാസിന്റെ പ്രഷറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. അതായത് P into V ഈക്വലേറ്റ് കോൺസ്റ്റന്റ്. ഈ റിലേഷൻ വെച്ചാണ് നമ്മൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഗ്യാസിന്റെ പ്രഷറിനെ ആ ഗ്യാസിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും നമുക്ക് എന്ത് വാല്യൂവേ കിട്ടത്തുള്ളൂ? ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അതായത് ഒരു സെയിം വാല്യൂവേ കിട്ടത്തുള്ളൂ. അതിപ്പം ഏത് കണ്ടീഷനിൽ ഒരു ഗ്യാസിന്റെ പ്രഷറിനെ ആ ഗ്യാസിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് സെയിം വാല്യൂ, അതായത് കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. പി വി ഈക്വലേറ്റ് കോൺസ്റ്റന്റ്. P into V തന്നെയാണ് നമ്മൾ പി വി എന്നും വായിക്കുന്നത്. അങ്ങനെ പി വി ഈക്വലേറ്റ് കോൺസ്റ്റന്റ്. അങ്ങനെ പി വി എന്ന് കേൾക്കുമ്പോൾ ഓർത്തോണം അത് P into V, അതായത് പ്രഷറിന്റെയും വോളിയത്തിന്റെയും പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. നമ്മൾ അവരൊരു ടേബിൾ ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യണം. ടേബിൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പറയണം ഏത് ഗ്യാസ് ലോയാണ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഈ ടേബിൾ ഏത് ഗ്യാസ് ലോ കാണിക്കുന്നുള്ള കാര്യമേ ശ്രദ്ധിച്ചിരിക്കണം. ടേബിളിന്റെ ഫസ്റ്റ് കോളം അവർ കൊടുത്തിരിക്കുന്നത് പ്രഷർ പി എന്ന് കൊടുത്തു. പ്രഷർ ആദ്യം കൊടുത്തേക്കുന്ന എത്ര? 1 atm. ATM എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ യൂണിറ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് ATM എന്ന് പറഞ്ഞാൽ. ATM എന്ന് പറയുന്ന പ്രഷറിന്റെ യൂണിറ്റ് ആണ്, അതിന്റെ ഫുൾ ഫോം ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 1 atm ആദ്യം കൊടുത്തു, അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അടുത്ത പ്രഷർ കൊടുത്തേക്കുന്നത് എന്താണ്? 2 atm, 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് കഴിഞ്ഞ് 4 atm, 4 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഒരു ഗ്യാസ് ഒരു ഗ്യാസ് തന്നെ, ഇത് 3 ഗ്യാസിന്റെ അല്ല കൊടുത്തേക്കുന്നത്. ഒറ്റ ഗ്യാസ് 3 കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്കുന്നു. ഫസ്റ്റ് കണ്ടീഷനിൽ ഗ്യാസ് വെച്ച സമയത്ത് ആ ഗ്യാസിന്റെ പ്രഷർ ആണ് 1 atm, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ സെയിം ഗ്യാസിനെ തന്നെ മറ്റൊരു കണ്ടീഷനിൽ വെച്ചപ്പം ഗ്യാസിന്റെ പ്രഷർ ആണ് 2 atm, അതായത് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ ഗ്യാസിനെ വേറൊരു കണ്ടീഷനിൽ വെച്ചപ്പം ആ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് 4 atm, അതായത് 4 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു ഗ്യാസ് 3 കണ്ടീഷനിൽ വെക്കുമ്പോൾ ആ ഗ്യാസ് കാണിക്കുന്ന 3 പ്രഷർ അവര് തന്നു. 1 atm, 2 atm, 4 atm. ഈ പ്രഷറിന്റെ കൂടെ തന്നെ വോളിയവും അവര് തന്നിട്ടുണ്ട്. പ്രഷർ 1 atm പ്രഷർ ആയപ്പം നമ്മുടെ ഗ്യാസ് കാണിക്കുന്ന വോളിയം എത്ര ലിറ്റർ ആണ്? 8 ലിറ്റർ. പ്രഷർ 2 atm ആയപ്പം നമ്മുടെ ഗ്യാസ് കാണിക്കുന്ന വോളിയം 4 ലിറ്റർ. പ്രഷർ 4 atm ആയപ്പം ഗ്യാസ് കാണിക്കുന്ന വോളിയം എത്ര ലിറ്റർ ആണ്? 2 ലിറ്റർ. ക്ലിയർ ആണ്? അങ്ങനെ 3 കണ്ടീഷനകത്ത് ഒരു ഗ്യാസിനെ 3 കണ്ടീഷനിൽ വെച്ചിട്ട് ഓരോ കണ്ടീഷന്റെയും പ്രഷറിന്റെയും വോളിയത്തിന്റെയും വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് നമ്മളോട് ഈ ഗ്യാസിന്റെ 3 കണ്ടീഷനിലുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു? P into V വാല്യൂ, അതായത് പി വി വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് ആദ്യം കാര്യം ചെയ്യാം, പി വി വാല്യൂ കണ്ടുപിടിക്കാം. പി വി വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രഷറിനെ വോളിയം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ പ്രഷർ എത്രയായിരുന്നു? 1. വോളിയം എത്ര? 8 ലിറ്റർ. 1 into 8. പി വി വാല്യൂ 1 into 8 ഈക്വൽ എത്രയാണ്? 8. ക്ലിയർ ആയല്ലോ? ഇവിടെ പ്രഷർ എത്ര? 2 ലിറ്റർ. വോളിയം എത്ര? 4 ലിറ്റർ. പി വി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 2 into 4. 2 into 4 equal 8. ഇവിടെ നോക്കിയേ, പ്രഷറിന്റെ വാല്യൂ എത്ര? 4 atm. വോളിയം എത്ര? 2 ലിറ്റർ. നമ്മുടെ പി വി വാല്യൂ 4 into 2. പി വി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 4 into 2 ഈക്വൽ എന്താണ്? 8. ക്ലിയർ? ഈ പി വി വാല്യൂ കണ്ടുപിടിച്ചപ്പോഴേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഗ്യാസിന്റെ പി വി വാല്യൂ 3 കണ്ടീഷനിൽ നമുക്ക് കിട്ടിയ വാല്യൂ എത്ര?
8. അതായത് ഒരു സെയിം വാല്യൂ ആണ് നമ്മുടെ ഗ്യാസിനെ 3 കണ്ടീഷനിൽ നമ്മൾ വെച്ചിട്ട് എന്ത് വാല്യൂ കണ്ടുപിടിച്ചു? PV, അതായത് പ്രഷർ ഇൻറ്റു വോളിയം വാല്യൂ കണ്ടുപിടിച്ചപ്പം നമുക്ക് ഒരേ വാല്യൂ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് എത്രയാണ്? 8. അതായത് നമ്മുടെ ഗ്യാസിന്റെ PV ഈക്വലി എന്താണ്? കോൺസ്റ്റന്റ്. നമ്മൾ എടുത്ത ഗ്യാസിന്റെ PV വാല്യൂ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്, അതല്ലെങ്കിൽ ഒരു സെയിം വാല്യൂ ആണ്. ഒരു ഗ്യാസിന്റെ PV ഈക്വലി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ലോ, ഈ PV എന്ന് പറഞ്ഞാൽ P into V തന്നെയാണ്. ഒരു ഗ്യാസിന്റെ PV ഈക്വലി കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഗ്യാസ് ലോ ഏതാണ്? ബോയിൽസ് ലോ. നമ്മുടെ ഈ ടേബിൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഗ്യാസിന്റെ PV ഈക്വലി എന്താണ്? കോൺസ്റ്റന്റ്. ഒരു ഗ്യാസിന്റെ പ്രഷറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ വരുന്നത്? കോൺസ്റ്റന്റ് വാല്യൂ. ഇത് പറഞ്ഞു തരുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ. ക്ലിയർ ആയല്ലോ? ഇതുപോലൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എന്ത് ചെയ്യണം. ഓക്കെ, ബോയിൽസ് ലോയെ റിലേറ്റ് ചെയ്തുള്ള അടുത്തൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ എടുക്കുന്ന റിലേഷന് ഒരു ഗ്യാസിന്റെ P into V, അതായത് പ്രഷറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്നാണ്? കോൺസ്റ്റന്റ് ആണെന്നാ. അതായത് P into V ഈക്വലി എന്താണ്? കോൺസ്റ്റന്റ്. ആ റിലേഷൻ വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിലേഷൻ ആണ് ഒരു ഗ്യാസിന്റെ PV വാല്യൂ P into V, പ്രഷറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അതായത് ഒരു സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അവർ ടേബിൾ തന്നു. പ്രഷർ, വോളിയം, ടേബിളിന്റെ ഫസ്റ്റ് കോളം പ്രഷർ, സെക്കൻഡ് കോളം വോളിയം, തേർഡ് കോളം PV. എന്നിട്ട് നമ്മളോട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ടേബിളിനകത്ത് അവർ തരാത്ത വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ടേബിളിനകത്ത് അവർ തന്നിരിക്കുന്നത് ഒരു ഗ്യാസിനെ 4 ഡിഫറന്റ് കണ്ടീഷനിൽ വെക്കുന്നു. ഒരു ഗ്യാസിനെ എത്ര ഡിഫറന്റ് കണ്ടീഷനിൽ വെക്കുന്നു? 4 ഡിഫറന്റ് കണ്ടീഷനിൽ. ഫസ്റ്റ് കണ്ടീഷനിൽ ഗ്യാസ് കാണിക്കുന്ന പ്രഷർ 1 atm, അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ ഗ്യാസ് കാണിക്കുന്ന പ്രഷറാണ് 1 atm, അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ ഫസ്റ്റ് കണ്ടീഷനിൽ ഗ്യാസ് കാണിക്കുന്ന വോളിയം 1000 ലിറ്റർ. ഗ്യാസ് കാണിക്കുന്ന വോളിയം എത്രയാണ്? 1000 ലിറ്റർ. ആ കണ്ടീഷനിലെ PV വാല്യൂ അവർ തന്നു 1000. ഈ PV വാല്യൂ തന്നില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പ്രഷർ P ആണ്, Pയുടെ വാല്യൂ എത്ര? 1. വോളിയം V ആണ്, Vയുടെ വാല്യൂ എത്ര? 1000. PV തന്നില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 1 into 1000 എന്താണ്? 1000. അതായത് തന്നിട്ടുണ്ട്, PV വാല്യൂ തന്നു ഫസ്റ്റ് കണ്ടീഷനില്. സെക്കൻഡ് കണ്ടീഷനില് ഗ്യാസ് കാണിക്കുന്ന പ്രഷർ 2 atm, 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ സെക്കൻഡ് കണ്ടീഷനിൽ ഗ്യാസ് കാണിക്കുന്ന വോളിയം 500 ലിറ്റർ. PV വാല്യൂ തന്നു ക്വസ്റ്റ്യനില്. PV വാല്യൂ തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പ്രഷറിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് PV വാല്യൂ കണ്ടുപിടിച്ചേനെ. അതായത് 2 into 500 എന്ന് പറഞ്ഞാൽ എത്ര? 1000. അത് ക്വസ്റ്റ്യൻ തന്നു. ഫസ്റ്റ് 2 കണ്ടീഷനിലെ പ്രഷറിന്റെയും വാല്യൂ തന്നു, വോളിയത്തിന്റെയും വാല്യൂ തന്നു, PV വാല്യൂ തന്നു. ഈ PV വാല്യൂ തന്നതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ഗ്യാസിന്റെ 2 കണ്ടീഷനിലെയും PV വാല്യൂ സെയിം ആണ്. PV വാല്യൂ എത്ര വന്നേക്കുന്നത്? 1000. അതായത് ഒരു ഗ്യാസിന്റെ PV വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ്. ഇനി മൂന്നാമത്തെ കണ്ടീഷനിൽ ഗ്യാസ് കാണിക്കുന്ന പ്രഷർ 4 atm. തേർഡ് കണ്ടീഷനിൽ ആ തേർഡ് കണ്ടീഷനിൽ ഗ്യാസ് കാണിക്കുന്ന പ്രഷർ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, 4 atm. ഗ്യാസ് കാണിക്കുന്ന വോളിയവും തന്നിട്ടില്ല, ഗ്യാസ് കാണിക്കുന്ന PV വാല്യൂ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ക്ലിയർ ആയല്ലോ? ഈ PV വാല്യൂ തരേണ്ട ആവശ്യമില്ല. ഒരു ഗ്യാസിന്റെ പ്രഷറിനെ ആ ഗ്യാസിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ഏത് കണ്ടീഷനിലും നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? സെയിം വാല്യൂ, അതായത് കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ഫസ്റ്റ് കണ്ടീഷനിൽ പി വി വാല്യൂ 1000 ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിൽ പി വി വാല്യൂ എന്ത് തന്നെ 1000 ആണ്. അന്നേരം തേർഡ് കണ്ടീഷനിൽ തരേണ്ട ആവശ്യമില്ല. തേർഡ് കണ്ടീഷനിൽ പി വി വാല്യൂ എന്ത് തന്നെ വരും? അവിടെ 1000 വരും. ക്ലിയർ ആയി? തേർഡ് കണ്ടീഷനിൽ ക്വസ്റ്റ്യനിൽ തന്നായിരുന്നു പ്രഷർ എത്രയാണ്? 4 atm. പി വി വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ പി വി വാല്യൂ എത്ര എടുത്തു? 1000. കാരണം ഫസ്റ്റ് രണ്ട് കണ്ടീഷനിലും പി വി വാല്യൂ എത്ര തന്നെ? 1000 ആണ്. തേർഡ് കണ്ടീഷനിലും പി വി വാല്യൂ നമ്മൾ എത്ര തന്നെ എടുത്തു? 1000 എന്ന് എടുത്തു. തേർഡ് കണ്ടീഷനിലെ പ്രഷർ 4 atm, പി വി വാല്യൂ 1000. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഫോർത്ത് കണ്ടീഷൻ. ഫോർത്ത് കണ്ടീഷനിലെ പ്രഷർ 5 atm, വോളിയം കണ്ടുപിടിക്കണം. അവിടെയും അവര് എന്ത് വാല്യൂ തന്നില്ല? പി വി വാല്യൂ തന്നില്ല. പ്രഷറിന്റെ വോളിയം വാല്യൂ തന്നില്ല. പി വി വാല്യൂ തരേണ്ട ആവശ്യമില്ല. ഇത് ഒരു ഗ്യാസിനെ തന്നെ നമ്മൾ എത്ര കണ്ടീഷനിൽ എടുത്തേക്കുന്ന? 4 കണ്ടീഷനിൽ. ഒരു ഗ്യാസിനെ തന്നെ, സെയിം ഗ്യാസിനെ തന്നെ നമ്മൾ 4 ഡിഫറന്റ് കണ്ടീഷനിൽ നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്. ഒരു ഗ്യാസിനെ നമ്മൾ ഏത് കണ്ടീഷനിൽ എടുത്താലും പി വി വാല്യൂ എന്ത് വരും? കോൺസ്റ്റന്റ്. ഫോർത്ത് കണ്ടീഷന്റെ പി വി വാല്യൂ എന്ത് തന്നെ? 1000 തന്നെ. കാരണം ഗ്യാസിന്റെ പി വി വാല്യൂ എപ്പോഴും എന്തായിട്ടേ നിൽക്കത്തുള്ളൂ? കോൺസ്റ്റന്റ് ആയിട്ടേ നിൽക്കത്തുള്ളൂ. സെയിം വാല്യൂ വരെ 4 കണ്ടീഷനിൽ എത്ര വാല്യൂ തന്നെ? 1000. ഏതിലോ വെച്ചാ പറഞ്ഞ? ബോയ്സ് ലോ വെച്ച്. നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് പ്രഷർ 4 atm ആകുമ്പോഴുള്ള വോളിയം കണ്ടുപിടിക്കണം. പ്രഷർ 5 atm ആകുമ്പോഴുള്ള വോളിയവും കണ്ടുപിടിക്കണം. അതിന് പി വി വാല്യൂ നമുക്കറിയാം എത്രയാണ്? 1000. സിമ്പിൾ ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. നമുക്ക് പ്രഷർ 4 atm ആകുമ്പോ എന്ത് കണ്ടുപിടിക്കണമായിരുന്നു? വോളിയം കണ്ടുപിടിക്കണമായിരുന്നു. പി വി വാല്യൂ നമ്മൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടേബിളിൽ നമ്മൾ എത്ര എടുത്തു? 1000 എന്ന് എടുത്തു. പ്രഷർ 4 atm ആകുമ്പോഴുള്ള വോളിയവും പ്രഷർ 5 atm ആകുമ്പോഴുള്ള വോളിയവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ആവത്തുള്ളായിരുന്നു. പി വി വാല്യൂ നമുക്ക് എത്ര വരുന്നു? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പി വി വാല്യൂ നമ്മൾ എത്ര എടുക്കുന്നു? 1000. ഇത് ശ്രദ്ധിച്ചിരിക്കണം. പി ഇൻറ്റു വി, അതായത് ഗ്യാസിന്റെ പ്രഷറിനെ ഗ്യാസിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? പി വി വാല്യൂ 1000 ആയിരുന്നു വരുന്നത്. ഇവിടെ ഈ റിലേഷനിൽ നിന്നാണ് നമ്മൾ വോളിയത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. വി ആണ് വോളിയം. വോളിയത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. വോളിയത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രഷറിനെ ഈ സൈഡിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. വി ഈക്വൽ 1000 ഡിവൈഡഡ് ബൈ പി. കാരണം പി വി ഈക്വൽ എത്രയായിരുന്നു? 1000. വി ഈക്വൽ 1000 ഡിവൈഡഡ് ബൈ പി. പ്രഷറിന്റെ വാല്യൂ നമുക്കറിയാം 4 atm, അതായത് 4 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ 1000 ഡിവൈഡഡ് ബൈ 4. 1000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര? 250. എന്താണ്? 250. ഇവിടെ നമ്മൾ വിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നമുക്ക് വിയുടെ വാല്യൂ എത്ര കിട്ടിയത്? 250. വി വോളിയം ആണല്ലോ. അന്നേരം വോളിയത്തിന്റെ യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് എത്രയാണ്? ഏത് യൂണിറ്റിലാണ് നമ്മൾ വോളിയം എടുക്കുന്നത്? ലിറ്ററിൽ. അന്നേരം 250 ലിറ്റർ. പ്രഷർ 4 atm ആയപ്പം വോളിയം നമുക്ക് എത്ര ലിറ്റർ കിട്ടി? 250 ലിറ്റർ കിട്ടി. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതുപോലെ പ്രഷർ അടുത്ത് നമ്മൾ എത്ര എടുക്കുന്നു? 5 atm. അന്നേരം പി വി വാല്യൂ എത്ര തന്നെ? 1000. കാരണം ബോയ്സ് ലോ പറയുന്ന ഒരു ഗ്യാസിന്റെ പി വി വാല്യൂ പി ഇൻറ്റു വി എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതായത് പ്രഷർ 5 atm എടുക്കുമ്പോഴും പി വി വാല്യൂ എത്ര തന്നെ നമുക്ക് കിട്ടുന്നത്? 1000 എന്ന് തന്നെ കിട്ടുന്നത്. അവിടുന്ന് ഈ 5 atm കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. അടുത്തത് നമ്മൾ പ്രഷർ എത്ര ആയിട്ട് എടുക്കുന്നു? 5 atm ആയിട്ട് എടുക്കുന്നു. അതായത് പ്രഷർ എത്ര അറ്റ്മോസ്ഫിയർ ആണ്? 5 അറ്റ്മോസ്ഫിയർ. കാരണം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏതിന്റെ യൂണിറ്റ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പ്രഷർ 5 atm.
പ്രഷർ 5 atm ആവുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? നമ്മുടെ പി വി വാല്യൂ അന്നേരം നമുക്ക് എത്ര തന്നെ എടുക്കാം? 1000 തന്നെ എടുക്കാം. കാരണം പി വി വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1000. ക്ലിയർ ആയി? നമ്മൾ ആദ്യം പി ഇൻറ്റു വി എത്ര എടുക്കണം? 1000 ആണ് എടുത്തു. പി വി വാല്യൂ 1000. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ പ്രഷറിനെ നമ്മൾ ഈ സൈഡിൽ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. വി ഈക്വൽ 1000 ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രഷർ. ക്ലിയർ ആയല്ലോ? പ്രഷർ എത്ര? 5 atm. പ്രഷറിന്റെ വാല്യൂ നമുക്കറിയാം 5 atm ഈക്വൽ 1000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 5. 1000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 200. 1000 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 200. നമുക്ക് ഇവിടെ വോളിയത്തിന്റെ വാല്യൂ എത്ര കിട്ടി? 200. വോളിയത്തിന്റെ യൂണിറ്റ് ഏതാ? ലിറ്റർ. ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കുന്ന ലിറ്ററിന്റെ ഷോർട്ട് ഫോം നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കുന്നത്. കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് നമ്മൾ ATM എന്നല്ലേ കൊടുക്കുന്ന ഷോർട്ട് ഫോം. ലിറ്ററിന് ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കണം. അന്നേരം പ്രഷർ 5 atm ആയപ്പോൾ നമുക്ക് വോളിയം എത്ര ലിറ്റർ കിട്ടി? 200 ലിറ്റർ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? നമ്മുടെ കോളം കംപ്ലീറ്റ് ചെയ്യാന് ഈ ക്വസ്റ്റ്യന് നമ്മൾ ചെയ്തത് നമ്മുടെ ബോയ്സ് ലോയുടെ പി വി ഈക്വലെ എന്തെന്നാണ്? കോൺസ്റ്റന്റ് എന്ന് വെച്ചാണ്. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഓക്കെ.